നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകളുമായാണ് പ്രതിപക്ഷം നിയമസഭയിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ വിദ്യാർത്ഥി കുടിയേറ്റം താരതമ്യേന കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങി. സ്റ്റുഡന്റ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ 4% മാത്രമാണ് സർ. മഹാത്മാഗാന്ധി വരെ വിദേശത്തല്ലേ പഠിച്ചതെന്ന് ചോദ്യം. വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത്, ലണ്ടനിലാണ് പഠിച്ചത്. പ്രസംഗം നിർത്താൻ പലതവണ ഇടപെട്ട് സ്പീക്കർ. സംസാരം തുടർന്ന് മന്ത്രി. 23 ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് യുവതലമുറ വിശ്വസിക്കുന്നതായി മാത്യു കുഴൽനാടൻ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും സാർ. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. നിങ്ങൾ നോക്ക്, ഈ സ്റ്റേറ്റ് ഒട്ടുക്ക് റോഡിന്റെ ഇരുവശത്തുമുള്ള അഡ്വർടൈസ്മെന്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റായി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ, വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു? ഒരു ഏജൻസി മാത്രം 7000 പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.